വിശ്വാസ്യവും നമ്മൾ അനുഷ്ഠിക്കേണ്ടതുമാകുന്നു എന്ന് ദൈവവചനത്തിലൂടെ തെളിവായി ബോധ്യപ്പെടുത്തി. ഇന്നതിനെ തുടർന്ന് കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് വിശ്വാസയോഗ്യമായി കാര്യകാരണ സഹിത പ്രതിപാദത്തിനായിട്ട് ആദ്യമായിട്ടെടുത്ത അതിലെ പോർഷന് യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവ്, രണ്ടാം വരവിന്റെ 8-1 പ്രവചനങ്ങളെ ഉണ്ടായിരുന്നു. ആ 8-1 പ്രവചനങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കൃത്യനിവൃത്തി കണ്ടു എന്ന പ്രവചനം ചരിത്രവും കൂടെ തെളിയിച്ചുകൊണ്ട് അത് വിശ്വാസയോഗ്യമെന്ന് തെളിവായി ബോധ്യപ്പെട്ടു ഞാൻ കരുതുന്നു. അതേ തുടർന്ന് ഇനിയും കർത്താവ് തന്നെയാണ് രണ്ടാമതും വരുന്നത്. ഒന്നാമത് വന്നവനും വരുവാനുള്ളവനും എന്ന തിരുവഴുത്തുണ്ടല്ലോ. അതുകൊണ്ട് ആയവന്റെ വരവിനെ സംബന്ധിക്കുന്ന ദൈവവചനത്തിന്റെ തെളിവായ ഉപദേശങ്ങൾ, വിശ്വാസയോഗ്യമായ സാക്ഷ്യങ്ങൾ, ആ തരത്തിലാണ് ഇന്ന് രാത്രി ഇപ്പോൾ ആദ്യം മുൻപോട്ട് പോകുന്നത്. വീണ്ടും വരവിന്റെ പ്രസംഗം ആദ്യമായിട്ട് ആരാണ് തുടങ്ങിയത്? ഇതെവിടെയാണ് ആരംഭിച്ചത് എന്നും ഒരുപാട് കാലം തൊട്ട് ഇങ്ങനെ വരുമെന്ന് പറയുന്നു. വരുന്നില്ലല്ലോ എന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട്, ക്ഷീണിച്ചവരും ഒക്കെ ഉണ്ട്. ഇനിയും ക്ഷീണം ഉണ്ടായെന്നും വന്നേക്കാം. എന്നാൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ തെളിവായി പഠിക്കുമ്പോൾ ഇത് ഇന്നും ഇന്നലെയും ഒന്നും ആരംഭിച്ച പ്രസംഗമല്ല. അപ്പോസ്തലന്മാരുടെ ക്രിസ്തുവിന്റെ കാലത്തല്ല, മോശയുടെയോ പ്രവാചകന്മാരുടെയോ കാലത്തൊക്കെ അപ്പുറത്താണ് ഈ വിഷയം നിൽക്കുന്നത്. നമുക്ക് അവിടെ ആ രേഖകളാണ് ഇന്നെടുക്കുന്നത്. 5000 വർഷത്തിന് മുമ്പ് ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ പറയുന്ന ഹാനോക്ക് എന്ന് പറയുന്ന ദൈവദാസനാണ് വീണ്ടും വരവിനെ കുറിച്ച് ആദ്യം പ്രസംഗിച്ചത്. തന്റെ പ്രസംഗങ്ങൾ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളില്ല. എന്നാൽ ഹാനോക്കിന്റെ പ്രവചനത്തെ സംബന്ധിക്കുന്ന പ്രസംഗം പുതിയ നിയമത്തിലെ യൂദായുടെ ലേഖനം ഒരധ്യായമേ ഉള്ളൂ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ചെയ്തിരിക്കുന്ന ആ ചെറിയ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാന വിഷയം ഹാനോക്കിന്റെ പ്രസംഗം. 24-25 വാക്യങ്ങൾ അത് ആ വിഷയത്തെ തെളിവായി മനസ്സിലാക്കാൻ വായിച്ചാണ്. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ. 14-15 ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്, ഇതാണ് ഉൽപ്പത്തി 5-ൽ പറഞ്ഞിരിക്കുന്ന ഹാനോക്ക്. അപ്പോൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും. ശ്രദ്ധിക്കണം, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും. അവർ അഭക്തിയോട് ചെയ്ത എന്ന് പറഞ്ഞാൽ മനുഷ്യസമൂഹം അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികളെ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂര മക്കളും നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു. 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വന്നിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു, പ്രവചിച്ചു. പഴയ നിയമത്തിലെ പ്രസംഗമില്ലല്ലോ. കാരണം 39 പുസ്തകങ്ങൾക്ക് ഇത് കൊള്ളിച്ചിട്ടില്ല. പിന്നെ ഇത് എവിടുന്ന് വന്നു? സകല പ്രയത്നവും കഴിച്ചെന്നറിയപ്പെട്ട എല്ലാ ലൈബ്രറികളും കയറി ഇറങ്ങി ആധാരമായ എഴുത്തുകൾ ശോധന ചെയ്തിട്ട് യൂദ വളരെ റിസർച്ച് ചെയ്ത് എടുത്ത ഒരു ഭാഗമാണ് ഇവിടെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. അതിലെ പ്രധാന വിഷയങ്ങൾ നിങ്ങൾ ഓർക്കണം. വീണ്ടും വരവ്, ന്യായവിധി. വീണ്ടും വരവ് ന്യായവിധിയും കൂടെ ചേർത്ത് അവർ ശ്രമിച്ചിരുന്നു. ഇന്ന് രാത്രി ഇവിടെ അങ്ങനെ തന്നെ നടക്കും. കാരണം ഈ പുസ്തകത്തിൽ എവിടെ പഠിച്ചാലും വീണ്ടും വരവ് ന്യായവിധിയും കൂടെ എപ്പോഴും യോജിപ്പിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്.
അത് വളരെ ശ്രദ്ധിച്ച് നമുക്ക് തെളിവ് സഹിതം മനസ്സിലാക്കാം. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടി ഈ ഭാഗം? പഴയ നിയമത്തിൽ ഇല്ലാത്ത ഒരു ഭാഗം ഇവിടെ എങ്ങനെ വന്നു? അത് ശ്രദ്ധിക്കാൻ അറിയേണ്ട കാര്യങ്ങളാണ്. ഇസ്രായേലിന് പരമപ്രധാനമായ തിരുവെഴുത്തെന്ന് പറയുന്ന 39 പുസ്തകങ്ങൾ അടങ്ങിയ ഈ പഴയ നിയമ തിരുവെഴുത്ത് അവരുടെ സിനഗോഗുകളിലെല്ലാം നിവർത്തി വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തോട് അത്ര കിടപിടിക്കുമെന്നല്ല എങ്കിലും വിശ്വാസയോഗ്യമായ 2 പുസ്തകങ്ങൾ കൂടെ അവർ വിശ്വാസത്തിൽ കരുതുന്നു. ഒന്ന് തൽമൂദ്, 2 ട്രഡീഷൻ. ഈ തൽമൂദ് എന്ന് പറയുന്നത്, ട്രഡീഷൻ എന്ന് പറയുന്നത് 5000 കൊല്ലം ലോകത്ത് സംഭവിച്ച സംഭവ പരമ്പരകളെ കുറിച്ചുള്ളതായ വ്യക്തമായ ഒരു ചിത്രമാണ്. അതിന്റെ ഓർഡറിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ നോട്ട്സ് അല്ല, സംഭവ പരമ്പരകളാണ് ആ പുസ്തകത്തിലുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് നേരത്തെ, എങ്കിലും ആ രാജ്യത്ത് ചെന്നപ്പോൾ ആ പുസ്തകങ്ങളെ കുറിച്ച് കൂടുതൽ കാണുവാനിടയിൽ. ഇത് ഇസ്രായേലിന്റെ വിശ്വാസയോഗ്യമായ പുസ്തകങ്ങൾ. ഈ തൽമൂദിനകത്താണ് ഹാനോക്കിന്റെ പ്രസംഗം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ തൽമൂദിനകത്ത് അത് മാത്രമല്ല, നമുക്ക് വിശ്വാസിയെ ഒരുപാട് രേഖയിനകത്തും അബ്രഹാമിന് 11 ദൈവപ്രത്യക്ഷ വന്നതായിട്ട് തെളിവുണ്ട്. പക്ഷേ പഴയ നിയമത്തിൽ 10 ഉള്ളൂ. ഒന്നാമത്തെ പ്രത്യക്ഷത പഴയ നിയമത്തിലില്ല. തേരക മരിച്ചു ആരാനിൽ വെച്ച് ഇവിടെവിട്ട് പോകാൻ പറഞ്ഞത് മുതലേ പഴയ നിയമത്തിൽ രേഖയുണ്ട്. പിന്നെ ഇത് രേഖ എവിടെയാണ്? സാമാനൂസിന്റെ പ്രസംഗം, പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ നിങ്ങൾ കാണുന്ന പ്രസംഗം പിന്നെ എവിടെ നിന്ന് വന്നതാണ്? നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തേജോമീനായി ദൈവം അവന് വെളിപ്പെട്ടു. അത് പഴയ നിയമത്തിലില്ല. ഈ ഒന്നാം പ്രത്യക്ഷത തൽമൂദിലേ ഉള്ളൂ. അത് പഠിച്ചിട്ടാണ് ഒരു നല്ല പഠനം നടത്തിയ സേവാനോസ് പ്രസംഗിച്ചിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. അതുകൊണ്ട് അത് മാത്രം ഈ പറഞ്ഞ യൂദായുടെ മാത്രമല്ല, ഇതും തൽമൂദിൽ എടുത്തതാണ്. നമ്മളൊക്കെ സാധാരണ പറയുന്നുണ്ട് 120 കൊല്ലം നോഹ പ്രസംഗിച്ചെന്ന് പലരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വേദപുസ്തകം പരിശോധിച്ചിട്ട് അതിന് യാതൊരു തെളിവില്ല. പ്രസംഗിച്ചെന്നേ ഉള്ളൂ, വർഷമില്ല. എന്നാൽ നോഹ 120 കൊല്ലം പ്രസംഗിച്ചത് തൽമൂദിനകത്താണ്. അതിന്റെ വ്യവസ്ഥയിലാണ് നോഹയുടെ പ്രസംഗം 120 കൊല്ലമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഒട്ടുവളരെ കാര്യങ്ങൾ ഈ പുസ്തകങ്ങളിൽ നമുക്ക് തെളിവായി ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്നതിൽ ഒരു പ്രധാന കാര്യമാണ് കർത്താവിന്റെ മടങ്ങിവരവും അതേ മഹത്വ പ്രത്യക്ഷതയും അനന്തര നടപടികളും ന്യായവിധികളും എല്ലാം കൂടെ ചേർത്തുള്ള ആ വേദഭാഷ. കർത്താവിന് 2-ാം വരവിൽ 2ആമുഖമുണ്ട്. ഒന്നാമതൊരാമുഖം സഭയെ ചേർക്കാൻ രഹസ്യം വരും. 2ാമത്തെ ആമുഖം സഭയുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അതിന്റെ മഹത്വ പ്രത്യക്ഷത. ഈ ക്ലാസ്സിൽ ആ സബ്ജക്ട് വേർതിരിച്ച് തന്നെ പഠിപ്പിച്ചിരിക്കും ബോധ്യപ്പെടുത്തുവാൻ. പലർക്കും ഈ 2ാം വരവിനെ സംബന്ധിച്ച് അതിന്റെ വേർതിരിവ് മനസ്സിലാകാതെ സംസാരിക്കുന്നു. എന്നാൽ അത് വേർതിരിവ് മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കണം. അത് 2-ൽ 2ആണ്. 7 കൊല്ലങ്ങളുടെ ഇടവേളയുടെ അപ്പുറം ഇപ്പുറമായി നിൽക്കുന്ന വിഷയമാണ് രഹസ്യപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും. അത് നമുക്ക് ശാന്തമായി പഠിക്കാം. ഇപ്പോൾ ഈ വിഷയം കൊണ്ട് നീങ്ങട്ടെ. അപ്പോൾ ഹാനോക്ക് ആദ്യം പ്രസംഗിച്ചു. എവിടുന്ന് പഠിച്ചതാ? ഇന്ന് ബൈബിൾ സ്കൂളുകൾ പഠിച്ചതിന് 300 ഉണ്ട്. എല്ലാവരും ഒടുക്ക പഠിച്ചാണ് പ്രസംഗിക്കാനൊക്കെ തുടങ്ങുന്നത്. ഈ ഹാനോക്കിന്റെ കാലത്ത് ബൈബിൾ സ്കൂൾ പോയിട്ട് ഒരു പള്ളിക്കൂടമോ അല്ലെങ്കിൽ ലിറ്ററേച്ചറോ എഴുത്തുകളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു കാലമല്ലേ അത്. പിന്നെ ഈ പുള്ളി എവിടുന്നാ പഠിച്ചത്? അതാ ഗ്രഹിക്കേണ്ടത്. അദ്ദേഹം പഠിച്ചത് 300 കൊല്ലം ദൈവത്തോട് കൂടെ നടന്നു. ശിഷ്യന്മാർ 3.5 കൊല്ലമേ നടന്നുള്ളൂ. ഈ 3.5 കൊല്ലം നടന്നവരാണോ അധികം പഠിച്ചത്? 300 വർഷം കൂടെ നടന്നവരാണോ പഠിച്ചത്? അപ്പോൾ ദൈവത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ ഹാനോക്ക് പ്രാപിച്ചിട്ടുണ്ടെന്നുള്ളതിന് കണക്ക് പറയാൻ സാധിക്കും. പഠിച്ചത് നേരിട്ട് ദൈവത്തിൽ നിന്നാണെന്ന് ദൈവത്തിന് തെളിവായി പറയുന്നതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അതേ പ്രാപിച്ചതായി. ഹാനോക്കുമായി ഈ ഒരുപാട് സഞ്ചാര വേളകളിൽ ഒരുപാട് ആശയങ്ങള് അല്ലെങ്കിൽ സംഭവങ്ങൾ വിനിമയം ചെയ്തു കാണും.
അപ്പൊ മിക്കവാറും ആനൊക്കെ ഇങ്ങനെ പറയുകയാണ്, എന്റെ പൊന്നപ്പച്ച ഈ നാട്ടില് പ്രാർത്ഥിക്കുന്നവനും പരമാവധികളും ഭക്തന്മാർക്ക് ഇവിടെ നിന്ന് ജീവിക്കാൻ വയ്യ. ഹാസ്യമായ ജഗൽക്കല്ല് കരുണയന്യമായി ഹാസ്യത്തിൽ എറിയുന്ന ഈ പരിഹാസികളുടെ നടുവിൽ എങ്ങനെ ജീവിക്കും എന്നൊക്കെ അദ്ദേഹം ദൈവത്തോട് പ്രതിപാദിച്ചു കാണും. മറുപടി ദൈവം പറഞ്ഞു, മകനെ, നീ പറയുന്ന കാര്യം ഉറക്കം വെച്ച് പറഞ്ഞു, ബാക്കി കാര്യം ചെയ്യാൻ ഞാൻ വരുന്നു. ഭക്തികെട്ടവരും ഭക്തിയോട്ടുള്ള വാക്കുകളും ഭക്തിയോട്ടുള്ള പ്രവൃത്തികൾക്കും തക്കവണ്ണം കൊടുപ്പാൻ ഞാൻ വരുന്നുണ്ട്. ആ കാര്യം നീ ഉറച്ചു പറഞ്ഞു. ദൈവം പഠിപ്പിച്ചുറപ്പിച്ച് ഹാനോക്കിനെ നടത്തിയതാണ്. ഈ ഹാനോക്ക് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, കർത്താവിന്റെ സന്നിധിയിലോട്ട് പുള്ളിയെ ദൈവം ഈ നടന്ന് ഇവര് ഇങ്ങനെ എല്ലാ ദിവസവും കർത്താവ് വന്ന് ഹാനോക്കിനോട് നടക്കുമല്ലോ. ഒരു ദിവസം ചോദിച്ചു കാണും, ഹാനോക്കെ, ഇത്രയും നാൾ ഞാൻ നിന്റെ വീട്ടിലും നാട്ടിലും വന്ന് സഞ്ചരിച്ചല്ലോ, നീ എന്റെ വീട് കണ്ടിട്ടില്ല. എന്റെ അപ്പച്ച ഞാൻ കൊതിച്ചിരിക്കുകയാണ്. കൊണ്ടൊരു പോക്ക്, വീട്ടിൽ യാത്ര ചോദിക്കാതെ പോയി പോക്ക. അന്ന് സ്വർഗത്തിൽ ചെന്നു. എന്റെ അഭിപ്രായം, പിറ്റേ ദിവസം ഹാനോക്കിനെ തിരിച്ചുകൊണ്ട് വിടാൻ ഒരു ചുമതലയുണ്ടല്ലോ, അതിന് കർത്താവ് വിളിച്ചു കാണും. ഹാനോക്ക് പറഞ്ഞു കാണും, എന്റെ പൊന്നപ്പച്ച ഈ വന്ന സ്ഥിതിയിൽ എന്നെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല, ഞാൻ വരികില്ല. അവിടം കണ്ടവനെ ഇവിടം പിന്നെ ഒന്നുമില്ല. ദൈവമക്കളോട് ഞാൻ സംസാരിക്കുന്നത്. ആ ദർശനം ലഭിക്കാത്തതുകൊണ്ടാണ് ഈ മണ്ണിന്റെ പിടിവാദം ഇവിടെ കിടക്കുന്നത്. അല്ലെങ്കിൽ അത് കണ്ടവനെ ഇവിടെ വേദില്ല. ആ ദർശനം പ്രാപിച്ചവർക്കേ അത് അറിയുള്ളൂ. കുറെ ചരിത്രം പഠിച്ചുകൊണ്ടൊന്നും കാര്യമായില്ല. ദൈവദർശനം, വ്യക്തിപരമായുള്ള ദൈവിക ബന്ധം എന്നത് ഏത് വിശ്വാസിക്കും അത്യന്താപേക്ഷിതമാണ്. അവരങ്ങനെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പഠിച്ചു. ഇതിനകത്ത് വേറൊരു വാക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കുന്നത്, കർത്താവ് തന്നെയല്ല വരുന്നത്. ഒന്നാമത്തെ വരവിൽ തന്നെയാവുന്നു. ഈ മഹത്വ പ്രത്യക്ഷത കർത്താവിനോടുകൂടി 1000 വിശുദ്ധന്മാരുമായി അവർ സ്വർഗത്തിൽ നിന്ന് വരിക എന്നാണ്. ഹാനോക്കിനോട് ഇതാര് പറഞ്ഞു? ഹാനോക്ക് പറഞ്ഞ ഈ പ്രസംഗവും ഉപദേശവും അംഗീകാര യോഗ്യമാണെന്ന് നമുക്ക് പിൽക്കാല നിരുവെടുത്തും കൊണ്ടല്ലേ തെളിയിക്കാൻ പറ്റുകയുള്ളൂ. അതിന്റെ എവിഡൻസ് ചെയ്യാനെടുക്കുക. ഓരോ വാക്യത്തിനും അതിന്റെ തെളിവുകൾ അത് നിരത്തിൽ നിന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. വെള്ളജീവനത്തെ രേഖയല്ല, തിരുവെഴുത്തുകളുടെ ശക്തിയാണ് നമുക്കറിയേണ്ടത്. നിങ്ങള് സെക്കൻഡ് പ്രവചനം 14-ാം അധ്യായം അതിന്റെ 4-ാമത്തെയും 5-ാമത്തെയും വാക്യം വായിക്കുമ്പോൾ, അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. നമ്മുടെ കർത്താവായ യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത യെരൂശലേമിലേക്കുള്ള ഒലിമലയിലാണെന്നും ആ ഒലിമല അന്ന് നടുവേ പിളർന്നു മാറി വലിയൊരു സമതലമുണ്ടാകുമെന്നും ഭൂമധ്യസ്ഥാനത്ത് അത് അങ്ങനെ കർത്താവിന്റെ പ്രത്യക്ഷത സംഭവിക്കുന്ന ഒലിവുമലയിലെ ആ മാറ്റങ്ങളെ സംബന്ധിച്ചൂടെ പറഞ്ഞു. ഇന്ന് ശാസ്ത്രീയ പഠനത്തിൽ ഒലിവുമല പിളരുവാൻ സമയമെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ ഇസ്രയേലിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് വലിയ വലിയ സ്ഥാപനങ്ങൾ ഈ ടൂറിസം ഉണ്ടാക്കാനുള്ള വിലക്ക് തന്നെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് സത്യമാണെന്ന് പ്രകൃതി വിളിച്ചു പറയുന്നു. എന്റെ പ്രിയൻ വാനിൽ നിഴലുവാൻ അവസരമായി എന്ന് ഏത് പഠനവും വ്യക്തമാക്കാൻ പ്രകൃതിയും അതേ മനുഷ്യനും സ്വഭാവവും കാലവും എല്ലാം തെളിവാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അടുത്തൊരു വാക്ക് 5-ാം വാക്യത്തിന്റെ പകുതിക്ക് ശേഷം വായിച്ചാട്ട് സമയം ലാഭിക്കാൻ അല്ല, എന്റെ ദൈവമായ യഹോവയും അവിടെ മുതൽ വായിച്ചാൽ മതി. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെയുള്ള സകല വിശുദ്ധന്മാരും. കർത്താവ് തന്നെയല്ല ബോധപ്രത്യക്ഷതയിൽ അവൻ ഭൂമിയിലോട്ട് ഇറങ്ങി പാദം വെക്കുമ്പോൾ തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും ഉണ്ട് എന്ന് വ്യക്തമായ പ്രഖ്യാപനം പരിശുദ്ധാത്മാവിൽ ഇന്നേക്ക് 2500 വർഷത്തിനു മുമ്പ് സക്രിയാവ് വിളിച്ചു പറഞ്ഞ സത്യമാണ് ഈ വായിച്ചു കേൾക്കുന്നത്. അതിന് 2500 വർഷത്തിനു മുമ്പാണ് അത് അദ്ദേഹം പറഞ്ഞതായ പ്രസംഗം. ഇതൊക്കെ തിരുവെഴുത്തുകളെ യോജിപ്പ് മനസ്സിലായോ? എത്ര സഹസ്രങ്ങൾ പിന്നിട്ടാലും വചനം സത്യമാണ്. അന്ന് ഹാനോക്കിനോട് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് സക്കറിയാവിനോട് പറഞ്ഞത്. എന്റെ ദൈവമായ യഹോവ മാത്രമല്ല, അവന്റെ കൂടെ മുഴുവൻ വിശുദ്ധന്മാരും ഭൂമിയിലേക്ക് വരും.
എടുക്കപ്പെടുന്ന ദൈവമക്കൾ ഇതിനകത്ത് എത്ര പേരുണ്ട്? അവരും കാണുന്നില്ല. അത് ജെറുസലേമിൽ അവിടെ പോലും വലിയ വരും. അപ്പോൾ ഇനി ഒരു വാക്യം കൂടെ തെളിവിന് വായിച്ചാണ്. 1 Thessalonians 3 അധ്യായത്തിന്റെ 13 വാക്യം വായിച്ചാണ്. 1 Thessalonians 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ ഇത് വാസ്തവ പുതിയ പൗലോസ് പറയുക. നമ്മുടെ കർത്താവ് തന്നെയല്ല മടങ്ങി വരുന്നത്, സകല വിശുദ്ധന്മാരുമായിട്ടാണ് മടങ്ങി വരുന്നത്. ഇതാ സക്കറിയ പറയുകയാണ്, സകല വിശുദ്ധന്മാരുമായിട്ടാണ് വരുന്നത്. 5000 വർഷത്തിന് മുമ്പ് പ്രവചിച്ച ഹാനോക്ക് പറഞ്ഞ തെറ്റുവല്ലും വന്നോ? സകല വിശുദ്ധന്മാരുമായി നമ്മുടെ കർത്താവ് വരുന്നു എന്ന് ആ പറഞ്ഞ പ്രവചനം 100% സത്യം എന്ന് തിരുവഴുത്തിൽ നമുക്ക് തെളിയിക്കാം. ഞാൻ തിരുവഴുത്തിലെ ഓരോ വിഷയങ്ങളും ആ സബ്ജക്റ്റ് തെളിവെടുക്കണമെങ്കിൽ അതിന് തെളിവുകൾ വേറെ ഉണ്ടായിരിക്കണം. അപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് ആദ്യം പ്രസംഗിച്ച പ്രസംഗിയാണ് നമ്മൾ പറയുന്ന ഈ ഹാനോക്ക്. അടുത്തത് നിങ്ങൾ ഇയ്യോബിന്റെ പുസ്തകം എടുത്താണ് 19 ഇതിന്റെ വീണ്ടും വരവിന്റെ സാക്ഷ്യങ്ങളും സാക്ഷ്യ പട്ടികയും വിശ്വാസയോഗ്യമായ അതിന്റെ രേഖകളുമാണ് ഇപ്പോൾ തരുന്നത്. ആർക്കും സംശയത്തിനോ സന്ദേഹത്തിനോ വകയില്ല തിരിക്കേണ്ടതിന് ആ തെളിവുകൾ തുടർന്ന് നിരത്തി വയ്ക്കുന്നു. ആ 19 വാക്യം വായിച്ചാണ്. അല്ല 19-25 മുതൽ 19-25 മുതൽ വായിച്ചാണ്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും ഭൂതലത്തിന്മേൽ പ്രത്യക്ഷനാകുമെന്നും ഞാൻ അറിയുന്നു. ഒടുവിൽ അവൻ ഭൂതലത്തിന്മേൽ പ്രത്യക്ഷനാകുമെന്നും ഞാൻ അറിയുന്നു. എന്റെ അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഈ ഭൂതലത്തിന്മേൽ നിൽക്കുമെന്നും അത്ര തെറ്റൊന്നുമല്ല. അത് വേറെ ഭാഷാന്തരമായിരിക്കും വായിച്ചത്. പൊടിമേൽ നിൽക്കുമെന്നാണ് ഇവിടെ വായിച്ചത്. എന്നാൽ ഒറിജിനൽ ഭാഷയിൽ നിന്നുള്ള അതിന്റെ പരിഭാഷ അവൻ ഒടുവിൽ ഭൂമിമേൽ നിൽക്കുമെന്ന് പറഞ്ഞ പ്രത്യേകം. അപ്പൊ യൂവിന് വെളിപ്പെട്ട വീണ്ടും വരവ് വിശുദ്ധന്മാരെ എടുക്കുന്ന വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പാണ് വിഷയം. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. എന്റെ ത്വക്ക് ഇങ്ങനെ ദ്രവിച്ച് നശിച്ചു പോയാലും ഈ ശരീരം അങ്ങനെ ഇല്ലാതായാലും എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് ഉറപ്പായി യോബ് വിളിച്ചു പറഞ്ഞു. അടുത്ത വാക്ക് യോബ് പറഞ്ഞു, അവൻ ഒടുവിൽ ഭൂമിയിൽ നിൽക്കും, അത് അവൻ മധ്യാകാശത്ത് വന്നു തന്റെ വിശുദ്ധന്മാരെ ചേർക്കും. അടുത്ത വാക്കെന്ന് വായിച്ചേ. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചു ദ്രവിച്ചെന്ന് പോയാലും ഞാൻ ദേഹമില്ലാത്തവനായി കർത്താവിനെ കാണുമെന്നല്ല, ഞാൻ ദേഹസഹിതനായി ദേഹമുള്ളവനായി എന്റെ കർത്താവിനെ കാണും. ഇത് പുത്തൻകുറ്റുകാരുടെ വിശ്വാസമൊന്നുമല്ല, ഇളക്കപ്പെരുക്കക്കാരുടെ ഒന്നുമല്ല. അബ്രാഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും മോശയ്ക്ക് മുമ്പേ ജീവിച്ചിരുന്നയാളാണ് യോബ്. അതായത് കല്ലെറിയുന്ന സലാലയിലുണ്ട്. കേരളം പോലെ പച്ചപ്പുയർന്നാല് വിരിച്ച മനോഹരമായ ഒരു പ്ലേസാണ് അത്. ഒമാൻ രാജ്യത്താണ് ആ ജീവിച്ചിരുന്നത്. ദൈവത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടോ? പെന്തക്കോസുകാരോ കൂട്ടായ്മയോ സഭകളോ ഒന്നും ഉണ്ടായിരുന്ന ഒരു കാലമല്ലെന്ന് തെളിവാണല്ലോ. അന്നത്തെ ഭക്തന്മാർ ഏത് കാലത്തുണ്ടോ അവർക്ക് വീണ്ടും വരവിന്റെ പ്രത്യാശയുണ്ട്. അത് ഏത് കാലത്തോട് ജീവിച്ചോട്ടെ അവർക്ക് കർത്താവിന്റെ മടങ്ങി വരവ് വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. അതുകൊണ്ട് യോബ് പറയുന്നു ആ വാക്ക്, ഞാൻ ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും. അടുത്ത വാക്ക്, ഞാൻ തന്നെ അവനെ കാണും. പകരക്കാരനെ നിർത്തി കാണുകയല്ല, ഞാൻ തന്നെ എന്റെ കർത്താവിനെ കാണും. അടുത്ത വാക്ക്, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ എന്റെ ദൈവത്തെ കാണും. നിങ്ങൾ എന്ത് പറയുന്നു? 5 പ്രാവശ്യം ഒരേ സ്ഥാനത്ത് പടിപടിയായി തെറ്റിക്കൂടാതെ നിർത്തിക്കൊണ്ടുവന്ന ആ വിശ്വാസത്തിന്റെ ശക്തി നിങ്ങൾക്ക് പിടികിട്ടിയോ? കട്ടറയിലായിരിക്കുന്ന വിശ്വാസി ആശാവഹമായ പ്രത്യാശ നമുക്ക് ഒന്നുണ്ട്. നമ്മുടെ കർത്താവ് മടങ്ങി വരും. നമ്മുടെ ഘട്ടങ്ങൾക്ക് വേദനകൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ കർത്താവ് മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. ഈ വിഷയത്തിൽ ദൈവം കൊണ്ടുള്ള പ്രത്യാശ പ്രതീക്ഷ അത്ര വലുതാണ്.
ഇനിയും അത്രയും പ്രാവശ്യം യോബ് വീണ്ടും വരവിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞു എങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എത്ര ശക്തമായി പറയാം, അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണാലെ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ കാണുമെന്ന് വിശ്വാസമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? അവരുടെ ദൈവത്തെ സ്തുതിക്കാമോ? എന്റെ കണ്ണുകൊണ്ട് എന്റെ കർത്താവിനെ ഞാൻ കാണും. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ശക്തി പ്രാപിച്ചതും ബലപ്പെട്ടതുമായിരിക്കട്ടെ. അപ്പോൾ 4000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഭക്തന്മാർ അതിഭക്തനായ യോബ് വീണ്ടും വരവിനെയാണ് അധികം പ്രത്യാശിച്ചത്, അധികമായി അദ്ദേഹം എടുത്തു പറഞ്ഞത്, കാത്തിരുന്നത് അതിനു വേണ്ടിയാണ്. അടുത്ത വിഷയത്തിലേക്ക് അടുത്ത ഭാഗത്തോട് കിടക്കാം. 3500 കൊല്ലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് മോശ. ഇതുപോലൊരു ദൈവപുരുഷൻ ഉണ്ടായിട്ടില്ല. 40 വർഷം ദൈവത്തോടു കൂടെ മുഖാമുഖമായി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ജനത്തിന് പറഞ്ഞുകൊടുത്ത് ഒരു അംഗീകരിക്കപ്പെട്ട വിശുദ്ധ നേതാവെന്ന് ഇന്നും എന്നിൽ ലോകം ആദരിക്കുന്ന ഒരു മഹാമനുഷ്യനാണ് ഈ പറയുന്ന മോശ. KP കേശവമേനോൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മാതൃഭൂമി എഡിറ്ററായിരുന്നു, ഒരു വലിയ പണ്ഡിതനായിരുന്നു. ശ്രീ യേശുദേവൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. നിങ്ങളുടെ ചെല്ലി കണ്ടെന്ന് വരാം. ആ പുസ്തകം വായിച്ചാൽ യേശുദേവനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതെങ്കിലും മോശയാണ് ഏറ്റവും വലിയവനെന്ന് തോന്നിപ്പോ. അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം, മോശയെ പോലൊരു നേതാവ് വരികയാണെങ്കിൽ ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. മോശയെ പോലൊരു നേതാവ് വരാതെ പ്രശ്നങ്ങൾ പരിഹാരയോഗ്യമാകുകയുമില്ലെന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കാരണം വെച്ചിരിക്കുന്നത്, നാഴി അരി കാണാതെ, 1 ലിറ്റർ വെള്ളം കാണാതെ, ഒരു മെഴുകുതിരി വെട്ടം കാണാതെ, ഒരു അശരീര ശബ്ദത്തിന്റെ പിന്നിൽ 30 ലക്ഷം ജനത്തെയും കൊണ്ട് ഇറക്കി അങ്ങനെ കടലും കടന്ന് മരുഭൂമിയും കടന്നു പോകാൻ ധീരത കാട്ടിയ ആ പുരുഷനെ അപ്പം കണ്ടില്ല, വെള്ളം കണ്ടില്ല, നിവാസം കണ്ടില്ല, കെട്ടിടം കണ്ടില്ല, ഭക്ഷണം കണ്ടില്ല. എന്നാൽ ഇത്രയും ജനത്തെ പിടിച്ചിറക്കി കൊണ്ടുപോകാനുള്ള ചങ്കൂറ്റമുള്ള ഒരു നേതാവ് ഉണ്ടായെങ്കിലേ ലോകത്തിന്റെ പ്രശ്നം പരിഹരിക്കത്തുള്ളൂ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നമ്മൾ നീ ചിന്തിച്ചിട്ടുണ്ടോ? കാര്യമാണോ ഇത്രയും ജനത്തിന് അവരെ വെള്ളവും വെളിച്ചവും ഭക്ഷണവും എല്ലാം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം? ഇതൊന്നുമില്ലാതെ വിളിച്ചിറക്കി കൊണ്ടുപോയി ദൈവശബ്ദം കേട്ടു പുറപ്പെടുക, ആ ഏക വാക്ക് വിശ്വസിച്ചിറങ്ങിയവനാണ് ഈ മോശ. ശരി, മുമ്പോട്ട് നീങ്ങിയാം. ആ മോശ എന്ന് പറയുന്ന 13-ാം വാക്യം 90-ാം സങ്കീർത്തനം. 90-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യം വായിക്കാൻ നിങ്ങൾക്ക് അത് ദൈവശബ്ദമാകണമെങ്കിൽ വായിക്കണമല്ലോ. വായിച്ചോ. യഹോവേ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? മതി. പാളയത്തിൽ വെള്ളമില്ലയോ, ഇല്ലയോ, വെളിച്ചമില്ലയോ, ഭക്ഷണമില്ലയോ, എന്താ അവിടെ പ്രശ്നം? എല്ലാം ഉണ്ട്. എല്ലാം നമുക്കുണ്ടെങ്കിലും, നമ്മൾ അമേരിക്കയിലാണെങ്കിലും ഇതിനപ്പുറത്തുള്ളതാണെങ്കിലും കർത്താവ് മടങ്ങി വരാതെ എന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം. ദൈവത്തിന്മാരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. അതാ മോശ വിളിച്ചു പറഞ്ഞു, യഹോവേ മടങ്ങി വരണമേ. താമസിക്കുന്നു. ഭക്തന്മാർ ഏത് കാലത്തുണ്ടോ അവരുടെ ഉറച്ച നിലവിളി കർത്താവിന്റെ മടങ്ങി വരവും അപ്രതീക്ഷിതമാണെന്ന് ഇവിടെയും നമുക്ക് ബോധ്യപ്പെടുന്നല്ലോ. അടുത്ത 3000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ആസാഫ്. ആസാഫ് 50-ാം സങ്കീർത്തനം ആസാഫ് എഴുതിയത്. അതിനകത്തെ 3-ാമത്തെ വാക്യം ഇപ്പോൾ ഒന്ന് വായിച്ചായിട്ട് വാക്യം 53. നമ്മുടെ ദൈവം വരുന്നു, നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കില്ല. ശരി, നമ്മുടെ ദൈവം, ഞാൻ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവാ പ്രസംഗിക്കുന്നത്. പിന്നെ ഈ ദൈവം വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതങ്ങ് മാറ്റാൻ പോവുക. ഇനിയും വായിക്കുന്ന ഏത് വാക്യത്തിൽ ദൈവം ഉണ്ടെങ്കിലും അതാരാണ് ആ ദൈവം എന്ന് ഈ വിഷയബന്ധത്തിൽ മനസ്സിലാക്കാനായിട്ട് അത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യം വായിക്കാൻ പോകണം. ശ്രദ്ധിച്ച് കേട്ടോണം. ഈ ദൈവം വരുന്നു എന്ന ആ വാക്കിന്റെ അർത്ഥത്തിൽ ആരാണ് വരുന്നത്? വായിച്ചോട്ടെ. ഭംഗീകരമായ 2:11 തീത്തോസ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പിന്നെ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ
യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചത്. ഇപ്പോഴോട് നിൽക്കട്ടെ, അതാവശ്യമെങ്കിൽ പിന്നെ വായിക്കും. ഇവിടെ പിടികിട്ടിയോ? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും, കൊച്ചു ദൈവമല്ല, ദൈവം വരുന്നു ആസാഫ് പറഞ്ഞ കുറെ കൂടെ വിശേഷത്തിൽ മഹാദൈവം, ദൈവാദി ദൈവം എന്നർത്ഥം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അപ്പോൾ ഇവിടെ ദൈവം ഉപയോഗിച്ചാൽ, ആ മഹാദൈവം ഉപയോഗിച്ചാൽ അത് യേശുക്രിസ്തു ആണെന്ന് സംശയരഹിതമായി തെളിവായല്ലോ. അതായിരിക്കുന്ന നമ്മുടെ ബേസ് ചിന്തയിൽ എപ്പോഴും വരുന്നത്. അതോ എവിടെയത് വന്നാലും ദൈവം എന്ന് പറഞ്ഞാൽ ഇത് അവിടെ തന്നെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് ഉപദേശത്തിന്റെ തെളിവാണ്. ശരി, നമുക്ക് അതിൽ മുമ്പോട്ട് നീങ്ങാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് പഴയ നിയമത്തിലെ ആസാഫ് ദൈവം വരുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത വാക്ക് മൗനമായി ഇരിക്കത്തില്ല. ഈ 50-ാം സങ്കീർത്തനം മുഴുവൻ 2-ാം വരവിന്റെ 1-ാം ആമുഖമാണ്. യോബ് പറഞ്ഞ ചിന്തയിൽ തന്നെയാണ് ഇവിടെയും എഴുതിയിരിക്കുന്നത്. ശിവനെഴുതിയിരിക്കുന്ന മഹത്വ പ്രത്യക്ഷമാണ്. അത് വേർതിരിച്ച് പഠിക്കേണ്ട ഒരു മഹത്തായ സബ്ജക്റ്റായി. പറയുന്നവർ വരുന്നു പറയുമ്പോൾ ഏത് വരവാണെന്ന് വളരെ കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകാറുണ്ട്. അത് തിരിച്ചു മനസ്സിലാക്കിയെങ്കിൽ നമുക്കത് ഒരു പഠനത്തിന് സൗകര്യപ്രദമായി അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമുക്ക് അപ്പുറത്ത് നീങ്ങാം. ഈ മൗനമായി ഇരിക്കുകയില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥമുണ്ട്. രഹസ്യപ്രത്യക്ഷത ഇത് വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്ന കർത്താവിന്റെ വരവാണ്. പ്രത്യക്ഷതയല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന മൗനമല്ലെന്ന്. പിന്നെ ആ വാക്കിന്റെ അർത്ഥം എന്തുവാ? കർത്താവ് തൻ ഗംഭീരനാഥത്തോടും മൗനമാണോ? പ്രധാന ശബ്ദത്തോടും കൂടെ മൗനമാണോ? ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും, മൗനമാണോ? ഇതാണ് പൗലോസ് അതിന് കൊടുത്തിരിക്കുന്ന ശരിയായ ആശയം. അത് സഭയെ ചേർക്കാൻ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ ഉയർക്കും, ജീവനോടിരിക്കുന്ന നമ്മൾ രൂപാന്തരം പ്രാപിച്ച് കർത്താവിന്റെ അടുക്കൽ എത്തും. ഇങ്ങനെ നമ്മൾ എപ്പോഴും കർത്താവിന്റെ കൂടെ ഇരിക്കും. ഇപ്പോൾ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിച്ചു എന്നാ പറഞ്ഞത്. അപ്പോൾ വീണ്ടും വരവിന്റെ 1-ാം ആമുഖം സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ കർത്താവ് വരുന്നു എന്നതാണ് സത്യം. അതിനെക്കുറിച്ച് ആസാഫ് പറയുന്നത് അവൻ വരുന്നു മൗനമായിട്ടല്ല, തന്റെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്തിനവൻ വരുന്നു? വിടവടച്ച് സംശയരഹിതമായി നമുക്കത് മനസ്സിലാക്കാൻ തിരുവഴുത്തുകൾ നമുക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. 5-ാം വാക്യം സെയിം സങ്കീർത്തനം ഒന്ന് വായിച്ചാട്ട്. 5-ാം വാക്യം 50-ാം സങ്കീർത്തനം 5-ാം വാക്യം പറഞ്ഞേ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരാണ് എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. കർത്താവിന്റെ മടങ്ങി വരവ് എന്തിനാണ്? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ എന്നൊരു കൽപ്പന ഇന്ന് രാത്രി സ്വർഗ സിംഹാസനത്തിൽ പിതാവിൽ നിന്നുണ്ടായാൽ ഇന്ന് രാത്രി എടുക്കപ്പെടൽ നടക്കും. ഈ കാര്യം പുത്രനും അറിയത്തില്ല, ദൂതന്മാർക്കും അറിയത്തില്ലെന്ന് പലവട്ടം യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിതാവിന്റെ തിരഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമാണ് സഭയെ സ്വർഗസ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളത്. ഏത് നിമിഷമാണെന്ന് ആരും അറിയത്തില്ല. അതിന് തെളിവുകൾ ഞാൻ പിന്നാലെ രഹസ്യപ്രത്യക്ഷത വിവരിക്കുമ്പോൾ തരാം. ഇപ്പോൾ അവിടെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ സംബന്ധിച്ച്, വരവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ആസാഫ് പറയുന്നത് എന്തിനു വരുന്നു? യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത തന്റെ വിശുദ്ധന്മാരെ തന്റെ അടുക്കൽ എടുത്തുകൊണ്ട് പോകുവാൻ, അല്ലെങ്കിൽ ആ റാപ്ചർ എന്തിനു വേണ്ടി? തന്റെ സമ്പാദ്യത്തെ സ്വർഗത്തിൽ എത്തിക്കാനാണ്. പരമയാകത്താൽ യേശുക്രിസ്തു വിശ്വസിച്ച് വീണ്ടും പ്രാപിച്ച ദൈവമക്കളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം എത്ര വലുതാണ്! അവൻ വന്ന് എഴുത്ത് ചേർക്കുമ്പോൾ എഴുത്തിലുണ്ടാകുന്ന ചൈതന്യം, പ്രത്യാശയുടെ നിറവ് അന്ന് നമ്മളെ പൂർത്തീകരിക്കുകയാണ്. ഇതിന് പുതിയ നിയമ രേഖയെന്നാണ്. 2 വേദഭാഗം നിങ്ങൾ ഓർമ്മയിൽ ഞാൻ കൊണ്ടുവരും. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യമായ 27-ാമത്തെ വാക്യത്തിനകത്ത്
തനിക്കായി കാത്തു നിൽക്കുന്ന അവരുടെ രക്ഷയ്ക്കായി നമ്മുടെ കർത്താവ് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷമാകും. രണ്ടാമതും പ്രത്യക്ഷമാകും. ബാക്കി വായിച്ചു. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാവങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. കാത്തു കിടക്കുന്നവരല്ല കേട്ടോ, ഉറക്കക്കാരല്ല, പിന്മാറ്റക്കാരല്ല, കാത്തു നിൽക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? അതീവ ശ്രദ്ധയോടെ ജാഗരൂകരായി മണവാളൻ എപ്പോൾ വരുമെന്നുള്ള ചിന്തയിൽ അതേ പാതൽക്കാവൽക്കാരനെ പോലെ ജാഗരിച്ച് പ്രാർത്ഥിച്ച് കാത്തു നിൽക്കുന്ന കൂട്ടത്തെ ചേർക്കാനേ കർത്താവ് വരുന്നുള്ളൂ. പിന്നെ അത് ഒരുക്കാൻ അതേ അവസരമില്ലെന്ന് ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളു. കാത്തു നിൽക്കുന്നവരുടെ രക്ഷ എന്ന് പറഞ്ഞാൽ സ്വന്തം രക്ഷിക്കപ്പെട്ട നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം നടക്കണമെങ്കിൽ കഥ വരണം. നടന്നില്ല. ആ ദൈവത്തിൽ നിങ്ങൾ കഴിഞ്ഞു തെളിവുകൾ ഒന്ന് അല്ലാതെ അപ്പുറത്തൊക്കെ എത്ര പെടുന്നില്ല തരാം. ഒരു വാക്യം കൂടെ വായിച്ചു. ഫിലിപ്പിലേഖന 3:20-21 വാക്യം. അവിടെ നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ആകുമെന്നല്ല ആകുന്നു. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ആദ്യം തൊട്ടടുത്ത് വായില്ലേ, അവിടെ നിന്ന് കർത്താവായ യേശു 3:20-21 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം അവിടെ നിന്ന് കർത്താവായ യേശു രാജാവായിട്ടല്ല വരുന്നത്, പുരോഹിതനായിട്ടും പ്രവാചകനുമായിട്ടും അല്ല വരുന്നത്. ഒന്നാം പരവിലവൻ ഒരു പ്രവാചകനായിരുന്നു. അത് അടുത്ത് ഇന്നവൻ ദൈവസന്നിധിയിൽ ഒരു മഹാപുരോഹിതന്റെ ചിത്രത്തിലാണ്. ഇനി അവൻ മടങ്ങി വരുന്നത് തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം നടക്കുവാൻ സ്വർഗീയ പൗരന്മാരെ സ്വർഗത്തിലാക്കണമെങ്കിൽ അതാ മടങ്ങി വന്ന മര്യാദ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷ. സ്വർഗത്തിലാവുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഇപ്പോഴത്തെ ഈ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും. ഇപ്പോഴത്തെ ശരീരം ഏതാ? മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ആദാമിന്റെ. കിട്ടാൻ പോകുന്ന ശരീരം ഏതാ? സ്വർഗീയന്റെ പ്രതിമ. പൗലോസ് പറയുന്നു, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ നമ്മൾ ധരിച്ചെങ്കിൽ അതുപോലെ സ്വർഗീയന്റെ പ്രതിമ നമ്മൾ ധരിക്കും. വിശ്വസിക്കുന്നു? നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഇന്നത്തെ കഷ്ടങ്ങളൊന്നും സാരമില്ല. വെളിപ്പെടാൻ പോകുന്ന തേജസ്. അങ്ങനെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ തന്റെ വിശുദ്ധന്മാർക്ക് ഉണ്ടാകുന്ന ആ മഹത്വകരമായ ഉന്നതമായ മാറ്റം ഈ ബലഹീനമായത് ശക്തിയെ പ്രാപിക്കും. ഈ ദിനവത്തമുള്ളത് അർദ്രവത്തെ പ്രാപിക്കും. ഈ മൺമയമായത് വിൺമയമായി തീരും. അപമാനത്തിൽ വിധിക്കപ്പെടുന്നത് തേജസ് ഉയർത്തും. മണ്ണുകൊണ്ടുകൊണ്ട് പ്രതിമ ധരിച്ച ഈ ശരീരം സ്വർഗീയന്റെ പ്രതിമയിലായി തീരും. ആ മനോഹരമായ സുദിനമാണ് നമ്മൾ കാത്തിരിക്കുന്നത്, നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത. അപ്പൊ വീണ്ടും വരവിനോടുള്ള ബന്ധത്തിൽ ആസാഫ് അവിടെ എഴുതിയതായ ആ വാക്ക് സകല വിശുദ്ധന്മാരെയും ഉന്നതങ്ങളിൽ എത്തിക്കുന്ന ആ സമയം യാഗം കഴിച്ച് എന്നോട് നിയമിച്ചതിന്റെ വിശുദ്ധന്മാരെ തന്റെ അടുക്കൽ കൂട്ടുവാനുള്ള ദൈവത്തിന്റെ ഉത്തരവാണ്. ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ആ ഉത്തരവ് ഇന്ന് രാത്രിയായാൽ അത് ഇവിടെ നടക്കുന്ന കാര്യം പ്രത്യാശയുള്ള ദൈവമക്കളുടെ പ്രത്യാശ പൂർത്തീകരണമാണ്. ഇവിടെ പൗലോസ് റോമാലേഖനം 13-ാം മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രതിപാദ്യ വിഷയം, നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഇപ്പോൾ അധികം അടുത്തു വന്നിരിക്കുന്നു. നമ്മുടെ രാത്രി കഴിവായി, നമ്മുടെ പകലേറ്റം അടുത്തു എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? സഭ ഒരു രാത്രികാല സ്ഥാപനമാണ്. വെളിപ്പാടിൽ അത് വിളക്കാക്കിയാൽ ചിത്രീകരിച്ചിരിക്കുന്നു. വിളക്ക് പകലല്ല, രാത്രിയാണ് ആവശ്യം.
ലോകത്തിന്റെ രാത്രിക്ക് പ്രകാശം കൊടുക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന വിളക്കാണ് വിശ്വാസികൾ, ദൈവസഭ. തമ്മിലടിക്കാനും തല്ലുണ്ടാക്കാനുമല്ല, ലോകത്തിന് വെളിച്ചം പകരാൻ നമ്മെ നിർത്തിയിരിക്കുക. ആ ലക്ഷ്യം നടക്കുന്നില്ലെങ്കിൽ പിന്നെ കിട്ടുന്ന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. അതുകൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം. ലോകത്തിന് വെളിച്ചം കൊടുക്കുന്ന വിശ്വാസികൾ ഈ രാത്രികാലത്തിന്റെ ഒടുവിലായി പ്രഭാതയാമം വരുമ്പോൾ അതിൽ നമുക്ക് ഇവിടുന്ന് ഒരു മാറ്റമുണ്ട്. പലാഭിപ്രവചനം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അപ്പോൾ സകല പ്രവർത്തിക്കാരും ദുഷ്ടന്മാരെയും ഒക്കെയും അത് വെണ്ണീറാക്കുന്ന ഒരു ദിവസം വരുന്നു. അടുത്ത് പറയുന്നത് അറിയാമോ? വരുവാനുള്ള ആ ദിവസത്തിൽ വേരും കൊമ്പ് സ്വീകരിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അത് പിന്നെ നമുക്ക് ചിന്തിക്കാം. അടുത്ത വാക്കൊന്ന് വായിച്ചേ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗശാന്തിയോടുകൂടെ ഉദിക്കും. ദൈവങ്ങളോട് പറയുകയാണ്, നിങ്ങളെ തൊഴുത്തെഴുതിയാടുന്ന പശുക്കളെ പോലെ തുള്ളിച്ചാടും ഈ പാളയം നമ്മൾ വിടും. നീതി സൂര്യന്റെ പ്രത്യക്ഷത വിശ്വാസികൾ ഈ പാളയം വിടുന്ന സമയമാണ്. രാത്രിയില്ലാത്ത പകലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ലോകത്തിന് പകലില്ലാത്ത രാത്രി ഏറ്റുപറഞ്ഞ വാക്ക് ആർക്കും പ്രവർത്തിക്കാത്ത രാത്രി വരുന്നു. അത് ഈ ലോകത്തിൽ ശേഷിക്കുന്ന കൈവിടപ്പെടുന്നവരുടെ കാര്യമാണ്. അത് സാവകാശമുണ്ട്. ഞാൻ പിന്നീട് പ്രവചന ക്ലാസ്സുകളിലേക്ക് പറഞ്ഞിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഈ ഒരു പോർഷൻ ഇങ്ങനെ പോട്ടെ. ഇനിയൊരു ക്വസ്റ്റ്യൻ ആലോചിച്ച് മറുപടി പറയാം. ഇതൊരു ക്ലാസ്സാണ്. ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കും പറയാൻ സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. കാരണം കേട്ട് എടുക്കപ്പെടുന്ന ദൈവമക്കൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഓ, അവിടെ എവിടെങ്കിലും അല്ലേ? പൈസലോ അല്ല, നല്ല രാശിയും അത് നമ്മൾ വെള്ളുതിരിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതല്ലാതെ മറ്റേ അഭിപ്രായം വല്ലതും ഉണ്ടോ? അത് അംഗീകരിച്ചിരിക്കുന്നു. അത് താല്പര്യം അവിടെ സത്യമായിരിക്കും. അതാ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഇനി വല്ലതും ഉണ്ടോ? രണ്ട് കുറച്ച് മധ്യാകാശത്താണ്. ഇതെല്ലാം ഞാൻ കേൾക്കണ്ടേ? മറുപടിയും പറയണം. മധ്യാകാശത്താണ്. ഇപ്പൊ 3 അഭിപ്രായം വന്നു. എടുക്കപ്പെടുന്ന സമയം എങ്ങോട്ടാ പോകുന്ന ചോദിച്ചത്. എന്തോ? കർത്താവിന്റെ ആത്മാവിനോട് കൂടെ. ഓ, ഇനിയും ഉത്തരം നീളും. ഞാൻ ബുദ്ധിമുട്ടും. മറുപടി ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം നല്ല ആഗ്രഹത്തിൽ എന്ന് പറഞ്ഞതാണ്. എടുക്കപ്പെടുന്ന സഭ മധ്യാകാശത്തിൽ കിടന്ന് കറങ്ങത്തില്ല. ഇത് ഒരു ആരെങ്കിലും പറഞ്ഞ ആരെങ്കിലും പറഞ്ഞു ഇത് പൊതുലോകത്തിലെ പാത്രന്മാര് വരെ പറയുന്ന എടുക്കപ്പെട്ടത് മധ്യാകാശ വാഴ്ചയുണ്ട്. വലിയ നേതാക്കന്മാരുടെ എഴുത്തുകളുമുണ്ട്, പഠിപ്പിക്കലുമുണ്ട്. സഭയുടെ മധ്യാകാശ വാഴ്ച ഞാൻ ഈ ദിവസത്തിലേക്കും അത് കണ്ടിട്ടില്ല. കണ്ടവരുണ്ട്, എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണം. സഭ മധ്യാകാശത്തിൽ സഭയെ സ്വീകരിക്കാൻ കർത്താവ് സ്വർഗത്തിൽ നിന്നെ പരിവാരങ്ങളുടെ മധ്യാകാശത്തിൽ വരും എന്നുള്ള സംഭവം സത്യമാണ്. പക്ഷേ മധ്യാകാശ മൈതാനിയിലിട്ട് നമ്മളെ കറക്കി കുത്താനല്ല കൊണ്ടുപോകുന്നത്. അതിനേക്കാൾ നല്ല സ്ഥലം അതിനപ്പുറത്തുണ്ട്. അതുകൊണ്ട് മധ്യാകാശം എന്നുള്ള ചിന്താഗതി ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു ദൃഷ്ടാന്തം. അബ്രഹാം എന്ന ഇസ്ഹാക്കിന് വേണ്ടി ചെന്ന് ഒരു കന്യകയെ കണ്ടുപിടിച്ച് അബ്രഹാമിന്റെ വീടിന്റെ കാര്യസ്ഥന് ഈ പെണ്ണിനെയും കൊണ്ട് വരുമ്പോൾ സഹാക്ക് എന്ന യുവാവ് വെളിമ്പ്രദേശത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അവിടെ വന്നു ഈ കന്യകയെ അവിടെ വെച്ച് സ്വീകരിക്കുകയും അവൾ പദം താഴെ നോക്കിച്ച് നിങ്ങൾക്ക് വായിച്ചിട്ടുള്ള കാര്യം. എന്നാൽ ആ വെളിമ്പ്രദേശത്തെ കന്യകയെ ഇട്ടേച്ച് ഇസ്ഹാക്ക് പോയില്ല. വെളിമ്പ്രദേശത്ത് പാർത്തുമില്ല. അത് ഏറ്റവും മികച്ച ദൃഷ്ടാന്തമാണ്. വീണ്ടും വരുമ്പോൾ സഭയിച്ചർക്കൽ പരിപാടി ഒഴിയും. അവിടെ വെച്ച് ഇസഹാക്ക്
തന്റെ ഭാര്യയായി തീരേണ്ട കന്യകയെ സ്വീകരിച്ച് കൂടാരത്തിനകത്ത് പ്രവേശിച്ചു എന്നല്ലേ നമ്മൾ തിരുവഴുത്തി വായിക്കുന്നത്? ഈ മധ്യാകാശത്ത് വരുന്നതിന് ലക്ഷ്യം കൂടെ നിങ്ങൾ അറിയണം. മധ്യാകാശത്ത് അഥവാ മധ്യാകാശത്ത് പാർക്കുന്നത് ആരാണെന്നറിയാമോ? അവിടെ പാർക്കുന്നത് മഹാശക്തനായി വാഴുന്ന ഒരാളുണ്ട്, സാത്താൻ. അവരുടെ ആ സ്വർഗം മൂന്നാം സ്വർഗം, പിന്നെ നക്ഷത്രമുണ്ടല്ലോ, മേഘമുണ്ടല്ലോ, 3 സ്വർഗമാണ്. അതാ ശലമോൻ പറഞ്ഞത്, നീ സ്വർഗത്തിൽ സ്വർഗാദി സ്വർഗങ്ങൾ ഒതുങ്ങത്തില്ല. അതെ, പൗലോസ് പറഞ്ഞു, ഞാൻ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു. അപ്പൊ 3-ാം സ്വർഗം എന്ന അത്യുന്നത സ്വർഗമുണ്ട്. അപ്പൊ സ്വർഗങ്ങൾ തന്നെ പഠിക്കുമ്പോൾ അത് വ്യത്യസ്തമായ വേദാനുസരണ രീതിയിൽ പഠിക്കണം. ഈ മധ്യാകാശമാകുന്ന ഈ ആ സ്വർഗത്തിൽ പാർക്കുന്ന ആളാരാണെന്ന് ഇപ്പൊ തെളിയിച്ചു തരട്ടെ. ഞാൻ നിങ്ങള് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 8 മുതൽ 7 മുതലൊക്കെ വായിച്ചു. വെളിപ്പാട് 12-ന്റെ 7 മുതലുള്ള വാക്യം വായിച്ചു കേൾക്കണം. വായിച്ചത്, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. അടുത്തത്, സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടെത്തുന്നില്ല. ഇത് മഹോദ്രവ